ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC കഴിഞ്ഞ വർഷം നടത്തിയ +2 പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡിസ്കഷനാണ്. SCRT പാഠപുസ്തകങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയ ചോദ്യപേപ്പറാണ്. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് 2021 +2 പ്രിലിംസ് നടത്തിയത്. ആദ്യത്തെ ഘട്ട ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പോയി കാണുക. ഇത് രണ്ടാം ഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, CE 9-ാം നൂറ്റാണ്ടിൽ മാർ സാപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏതാണ്? തരിസാപ്പള്ളി ശാസനമാണ്. SCRT ഫാക്റ്റാണ്. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ഹാർവിയസ് ലോഗമായിരുന്നു ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി. മൗലാന അബുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് എന്ത്? SCRT ആണ്. അൽ ഹിലാൽ. മൗലാന അബുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രമാണ് അൽ ഹിലാൽ. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആര്? കെറൻസ്കി ആണ് മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏതാണ്? ബന്ധമില്ലാത്തത് ഗ്രാൻഡ് ഇല്യൂഷൻ ആണ്. ഗ്രാൻഡ് ഇല്യൂഷൻ. പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഹമ്മർഫെറ്റ് ആണ് പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം. മാർബിൾ എന്നത് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? മാർബിൾ കായാന്തരിത ശിലയാണ്. മെറ്റാമോർഫിക് റോക്ക്. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത്? കാഡസ്ട്രൽ ഭൂപടമാണ്. ഇതെല്ലാം SCRT ആണ്. കാഡസ്ട്രൽ ഭൂപടം. GPS-ന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? IRNSS ആണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് ആണ്. പാർലമെന്റ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2005-ലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം സരൺ നേഗി. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്ന പേരാണ് ഗവേണൻസ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏത്? ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാൽ, സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത്. അപ്പോ നമ്മള് കഴിഞ്ഞ വർഷം ആദ്യത്തെ ഘട്ട പ്രിലിംസ് നടന്നപ്പോ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സിന് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ രണ്ടാം ഘട്ട പരീക്ഷ നടന്നത്. ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുൾ ആയി. ആ സമയത്താണ് നമ്മുടെ ചാനൽ ഒന്ന് റീച്ചായി വന്നത്, എല്ലാവരിലേക്കും അറിഞ്ഞത്. റിലേറ്റഡ് ഫാക്ട്സ്, ഒന്നാം ഘട്ട റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തപ്പോഴാണ്. അപ്പൊ ആ റിലേറ്റഡ് ഫാക്ട്സ് ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതായത് ആദ്യഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. +2 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അതിൽ കാണും കേട്ടോ. അടുത്ത 18-ാമത്തെ ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? റിട്ടാണ്. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ടാണ്.
ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏത്? 112 ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23ാമത്തെ ഗവർണർ ആരാണ്? രഘുറാം രാജനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23ാമത്തെ ഗവർണർ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് എന്ന്? അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് മെയ് 9, 2015 മെയ് 9, 2015. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഇതും SCERT തന്നെയാണ്. കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക. കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യങ്ങളിൽ പെടാത്തത്. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏതാണ്? ഖനനം. ഖനനം പ്രൈമറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. കോശശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന ക്രെബ്സ് പരിവൃത്തിയാണ്, ക്രെബ്സ് സൈക്കിൾ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം? ലോക പ്രമേഹ ദിനം നവംബർ മാസം 14-ാം തീയതിയാണ്. കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി ഫംഗസ് ആണ്. കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി. മുഗ ഏതിനത്തിൽപ്പെട്ട കൃഷിരീതിയാണ്? മുഗ എന്ന് പറയുന്ന പട്ടുനൂൽ കൃഷിയാണ്, സെറികൾച്ചർ ആണ്. സെറികൾച്ചർ, മുഗാപ്പട്ട്. വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പുകൾ കാണപ്പെടുന്നത്? ഇതൊക്കെ SCERT ഫാക്റ്റ് ആണ്. കോർട്ടെക്സിലാണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്. ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് എന്ത്? ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ആണ്. ആറ്റത്തിന്റെ സബ്ഷെല്ലുകളാകാൻ സാധ്യതയില്ലാത്തത് ഏത്? സാധ്യതയില്ലാത്തത് 3F ആണ്. 3D വരെ പോകുന്നുള്ളൂ. ഗ്ലാസിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഫെറിക് സംയുക്തമാണ് ഗ്ലാസിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു. ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ പ്രധാന അയിരാണ്. മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും. ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും? നിയോൺ വാതകം നിറച്ചാലാണ് ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏത്? മെമ്മറി രജിസ്റ്റർ ആണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോമെട്രിക് സെൻസർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ, ഫ്ലാഷ് മെമ്മറി. പ്ലോട്ടറും പ്രിന്ററും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് മെമ്മറി ഡിവൈസ് ആണ്. വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത് കേട്ടോ. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഇതിൽ തന്നിരിക്കുന്നത് ബിങ് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര് എന്താണ്? പാൻ ആണ്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തു. കൂട്ടത്തിൽ ചേരാത്ത ജോഡി ഈ ചോദ്യവും ഡിലീറ്റ് ചെയ്തായിരുന്നു. കൃതികളാണ്. കൊനേരു ഹംപി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? കൊനേരു ഹംപി ചെസ്സു കളിക്കാരിയാണ്. ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? സരസ്വതി സമ്മാൻ സാഹിത്യം. തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം ഏത്? പടയണിയാണ്. പടയണി. കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് എന്ന് 2020 ജനുവരി 1 മുതൽ ആണ്. PV സിന്ധു ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PV സിന്ധു ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
ഇന്ത്യയുടെ 2020-2021 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ 2020-2021 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ്. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വുഹാൻ, ചൈന. ഓക്കെ, അപ്പോൾ ചൈന ഓപ്ഷനിലുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഉള്ളത് കൊണ്ട് അത് തന്നെയാണ് എഴുതാറുള്ളത്. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് വുഹാൻ. നിങ്ങൾ ഓപ്ഷൻ നോക്കാതെ പെട്ടെന്ന് കയറി ചൈന എന്ന് എഴുതരുത്. കറക്റ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ പോവുക. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. ഒരു അസുഖം ബാധിച്ചു മരിക്കുകയാണെങ്കിൽ ഡൈഡിന്റെ കൂടെ ഓഫ് ആണ് ചേർക്കേണ്ടത്. ഓഫ്. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഓഫ് കൊറോണ. ഐ ഡാഷ് എ മാൻ എസ്റ്റർഡേ. എസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. സോ ഐ സോ എ മാൻ, മാഡ് മാൻ എസ്റ്റർഡേ. റിച്ചാർഡ് ഈസ് ഡാഷ് ഓണസ്റ്റ് പേഴ്സൺ. ഓണസ്റ്റിന്റെ ഫ്രണ്ടിൽ ഏതാ ആർട്ടിക്കിൾ ചേർക്കാനുള്ളത്? ആൻ ഓണസ്റ്റ്. ഇംഗ്ലീഷ് ടോപ്പ് 40, ടോപ്പ് 20 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. അപ്പൊ ഇംഗ്ലീഷ് അത് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. ഡസ് ഹി ആണ്. രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. ഡസ് ഹി. ഇഫ് ഐ വെയർ യു ഐ ഡാഷ് അബൌട്ട് ഇറ്റ്. ഐ വുഡ് കംപ്ലെയിൻ ആണ് വരുന്നത്. They dash him for many years. They have known him for many years. Roger is the dash of the 4 brothers. Eldest. Roger is the eldest of the 4 brothers. I dash my old friend after 15 years. I ran into my old friend after 15 years. Right, passive form. Have you seen a tiger? എങ്ങനെയാ പാസീവ് ഫോമിലേക്ക് ആക്കുന്നത്? ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു. ചൂസ് ദ കറക്റ്റ് വൺ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ്. ഗുഡ് ഡീൽ ഓഫ് കഴിഞ്ഞിട്ട് എന്താണ്? സിംഗുലർ ആണ് ചേർക്കാനുള്ളത്. വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. ആന്തോഫോബിയ റിലേറ്റഡ് ടു. ആന്തോഫോബിയ ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തതാണ്, ആ പരീക്ഷയ്ക്ക് വരികയും ചെയ്തു. ഫ്ലവർ. ആന്തോഫോബിയ റിലേറ്റഡ് ടു ഫ്ലവർ. അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഉത്തരം ക്യൂർ ആണ്. ക്യൂർ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 84. അക്ബർ വാസ് ഡാഷ് ടു ഹുമയൂൺ. അക്ബർ വാസ് ഹെയർ ടു ഹുമയൂൺ. രാമു ഗോട്ട് ഡാഷ് ടു അഫോർഡ് എ കാർ. ഇനഫ് മണി. രാമു ഗോട്ട് ഇനഫ് മണി ടു അഫോർഡ് എ കാർ. ദ ആന്റോണിം ഓഫ് ദ വേർഡ് ടോർമെന്റ്. ടോർമെന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിലീവ് ആണ്. റിലീവ്. One word for come out of sudden plentiful flow. Gush. അടുത്ത ചോദ്യം go to the dogs means. go to the dogs എന്ന് പറയുന്ന ഇഡിയം എന്താണ്? be ruined ആണ്. be ruined. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഫോക്സ് പാസ് എന്ന വാക്കിന്റെ അർത്ഥം സോഷ്യൽ ബ്ലണ്ടർ. അടുത്ത മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണത്തിന്റെ വർണ്ണം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം. ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയെങ്കിലും നേടിയ വിജയം. എങ്ങനെയെങ്കിലും. പൂരണീ തദ്ധിതം ഏത്? പൂരണീ തദ്ധിതം ഒന്നാമൻ. യഥാവിധി വിഗ്രഹിച്ചെഴുതുക. എങ്ങനെയാണ്? വിധി എങ്ങനെയോ അങ്ങനെ. യഥാവിധി എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദം ഏത്? കയ്യാമം ആണ് ശരിയായിട്ടുള്ള പദം. പിരിച്ചെഴുതുക. കണ്ണീർ പാടം പിരിച്ചെഴുതുമ്പോൾ കണ്ണീർ അധികം പാടം എന്നതാണ്. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം എഴുതുക. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100-ന് 90% നിരാശരാണ്. ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ അത് 100-ൽ പറയുന്നതാണ് അല്ലെ. അപ്പൊ കറക്റ്റായിട്ട് എങ്ങനെ എഴുതാ? തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ് എന്ന് പറഞ്ഞാൽ മതി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക.
പണിക്കാർ എന്നതാണ് അലിംഗ ബഹുവചനം. ഓക്കെ, അപ്പോ ഇത്രയുമാണ്. ബാക്കി ഇനി മാത്സ് ആൻഡ് മെന്റലിറ്റിയും കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യം. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങളുടെ പഠനം ഒന്ന് അറേഞ്ച് ചെയ്ത് പോവാം. അതായത് ഏതൊക്കെ ടോപ്പിക്സിനാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ PSC പ്രാധാന്യം നൽകിയത് നോക്കുക. കൂടുതലും SCRT തന്നെയാണ്. SCRT ആണ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. SCRT സോഷ്യൽ സയൻസ്, സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ സയൻസും സയൻസും എന്തായാലും ഫുള്ളായിട്ട് തന്നെ പഠിക്കണം. സിലബസ് വൈസ് ആയിട്ട് ചാപ്റ്റർ വൈസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.